ആദരണീയനായ അധ്യക്ഷൻ ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകൾ, ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, ഈ വേദിയിലുള്ള മഹത് വ്യക്തികളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധേയമായ, എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു അനുസ്മരണ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പകരം വയ്ക്കുവാനില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വമാണ് അന്തരിച്ച സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർകൾ. അദ്ദേഹത്തെ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ നിയമസഭാ സ്പീക്കറായി ചുമതലയെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു വ്യക്തിത്വം എന്നെ സംബന്ധിച്ച് വേറെയില്ല. എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. മതേതര കേരളവും മതേതര ഇന്ത്യയും എക്കാലവും ഓർമ്മിക്കുന്ന ഒരു പേരാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പ്രഭാഷണത്തിനല്ല മുതിരുന്നത്. ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത രാഷ്ട്രീയ നേതാവ് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായ രാഷ്ട്രീയ നേതാവ്. അതാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചില്ലേ. ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളാണ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും അദ്ദേഹം അതിൻ്റെ പിന്നിലുണ്ട്. കേരളം മാതൃകയായി മാറിയ എത്രയോ സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാണ് സമ്പൂർണ്ണ സാക്ഷരത എന്ന്. അതിനൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അതുപോലെ ജനകീയാസൂത്രണം എത്ര വലിയ ആശയമാണ്. അതാണ് രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ആർക്കും മാതൃകയാക്കാവുന്ന മഹത് വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഏതെന്ന് ചോദിച്ചാൽ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ മതസൗഹാർദ്ദം തന്നെയാണ്. മതസൗഹാർദ്ദത്തിന് ഒരു നൊബൽ പ്രൈസ് പ്രഖ്യാപിച്ചാൽ അത് ആദ്യം നൽകേണ്ടത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കാണെന്ന് ഞാൻ പറയും. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ട്, പറയാനുണ്ട്. അതിനുള്ള വിശദമായ ഒരു സമയമല്ല, സന്ദർഭമല്ല. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിൽ